വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 20, നാളെ 21. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് ടെറസിൽ വന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. പൊതുവേ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല, കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഈ വ്ളോഗ് എടുക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് വ്ളോഗിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, അപ്പം ഞാൻ കാണിച്ചു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 11:40 ഗൈസ്, 11:40. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആരാണ് വിഷ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പൊതുവെ എന്നെ ആരും വിഷ് ചെയ്യാറില്ല. ഇപ്പം ഇരിക്കണം ഞാൻ കിച്ചണിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഉറങ്ങി. എന്നെ അങ്ങനെ പൊതുവെ ആരും വിഷ് ചെയ്യാറില്ല, മീൻസ് വീട്ടിലാരും എന്നെ വിഷ് ചെയ്യാറില്ല. പിന്നെ ബർത്ത്ഡേ എന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താ പറയുക, ആരെങ്കിലും വിളിക്കുമോ, ആരെങ്കിലും ഓർത്തിരിപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് പ്രതീക്ഷയുള്ളത് എനിക്കാരും പ്രതീക്ഷയില്ല സത്യമായിട്ടും. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു കേട്ടോ, കുറേ പേരല്ല ഗൈസ്, എനിക്കിഷ്ടമല്ല ബർത്ത്ഡേ. എന്താണെന്നറിയില്ല, ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കിഷ്ടമില്ല ബർത്ത്ഡേ. അല്ലെങ്കിലും എനിക്കിഷ്ടമില്ല കേട്ടോ. പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ആ സമയമൊക്കെ എക്സാം ടൈമൊക്കെ അല്ലേ. അപ്പോൾ ആണെങ്കിൽ ഇതുവരെ എൻ്റെ സ്കൂളിൽ എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടേ ഇല്ല. പിള്ളേർക്ക് മിഠായി കൊണ്ട് കൊടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ആ സമയത്തിന് എല്ലാവരും മറക്കും, എൻ്റെ ബർത്ത്ഡേ എല്ലാവരും മറക്കും, ആരും ഓർത്തിരിക്കത്തില്ല. എനിക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ ബർത്ത്ഡേക്ക് എല്ലാവരും വിഷ് ചെയ്യണം, എനിക്ക് കേക്ക് മുറിക്കണം, അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ടീമാണ് സത്യമായിട്ടും. എനിക്കിഷ്ടമൊന്നുമില്ല. എനിക്ക് നാളത്തെ ദിവസം ഇനിയിപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇതായിട്ട് പറയണമല്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കും. നാളെ ഇനിയിപ്പോൾ എല്ലാവരും നമ്മൾ വിഷ് ചെയ്യും, പിന്നെ നമ്മൾ അവർക്ക് തിരിച്ച് താങ്ക്സ് പറയണം. ഒക്കെ അതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് നാളെ ദിവസം ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൂ. എന്നെ പോലെയുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആണെങ്കിൽ എന്നോട് ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞു, പക്ഷേ ഒരുങ്ങാൻ നിന്നാൽ ഞാൻ മടുക്കും. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നത്തേയില്ല. ഇങ്ങനെ അങ്ങ് വന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം. സത്യമായിട്ടും ഒരുങ്ങാൻ നിന്നാൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ അങ്ങ് പോകും. അപ്പോൾ സമയം 11:43. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് സജന അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ ഡി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അവൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളിനെ ഞാൻ ഉറങ്ങിക്കാണുന്നോർത്ത് വിളിക്കാതിരിക്കുമെന്നൊരു പേടിയുണ്ട്. പിന്നെ വിളിക്കണാരാ, പിന്നെ എൻ്റെ കസിൻ ഷീനു, അവരെ ഞാൻ 2 ദിവസമായിട്ട് ഒട്ടക്കിയിരിക്കുകയാണ്. വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല, അവനെന്നെ ഇങ്ങോട്ടും വിളിച്ചില്ല. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് വേണമെങ്കിൽ അവനെ വിളിക്കാൻ, എനിക്കറിയില്ല, നോക്കാം അവൻ വിളിക്കുമില്ലേന്ന്. ഗൈസ്, ചിലപ്പം ഞാൻ ചമ്മിയാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടോയെന്ന് ഞാൻ തീരുമാനിക്കും. ചമ്മയാൽ അപ്ലോഡ് ചെയ്യാല്ലേ, എന്തിനാ വിഷമിക്കണം, എന്തിനാ? ഈ വർഷം പെട്ടെന്ന് പോയില്ലേ. എന്നാളും കണ്ട് കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്നത്. അതായത് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത്, അത് എൻ്റെ ബ്രദർ വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു 12:10 വരെ വെയിറ്റ് ചെയ്താൽ മതി അല്ലേ? ആരെങ്കിലും ആ സമയത്തിനുള്ളിൽ വിളിക്കുമോ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും കേട്ടോ. സമയം 11:50. ഗൈസ്, ഇനി ഒരു വെറും 5 മിനിറ്റ് കൂടെ വിൽക്കാൻ ഞാൻ ചമ്മും, അത് വേറെ കാര്യം. ചമ്മേനും പ്രശ്നമൊന്നുമില്ല. ഗൈസ്, 11:59. അപ്പോൾ ഗൈസ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നെ വിഷ് ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹലോ ലോട്ട്സ്. ആരും വിളിച്ചില്ല ഗൈസ്. അല്ല, കറക്റ്റ് 12 മണിക്ക് വിളിക്കണം തന്നെ. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ ഒരു മെസ്സേജ് പോലും ആരും വിളിച്ചില്ല.
അപ്പോൾ സംഗതി ഫ്ലോപ്പായി മീൻസ് എന്ന് വെച്ചാൽ ഈ എന്നെ 12 മണിക്ക് വിഷ് ചെയ്യാത്തതുകൊണ്ട് ആർക്കും എന്നോട് സ്നേഹമില്ലാന്നൊന്നുമില്ല കേട്ടോ. അതിനർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, വ്ളോഗൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അത് 12 മണിക്കായാലും വിഷ് ചെയ്യുമെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അതാണ് ഓജിയാമോൾ എന്നെ ഇന്നും 12 മണിക്ക് വിഷ് ചെയ്യണമായിരുന്നു എല്ലാ തവണയും. ഇപ്പോൾ കൊച്ചി പഠിക്കാനൊക്കെ പോയതുകൊണ്ട് എനിക്കറിയത്തില്ല, കഴിഞ്ഞിട്ട് മുമ്പത്തോട്ടൊക്കെ അവൾ കറക്റ്റ് ടൈമിന് തന്നെ വിഷ് ചെയ്തുകൊണ്ടിരുന്ന. എന്ത് പറ്റി? ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവൾ കാണുമ്പോൾ വിഷമമാകുമായിരിക്കും. എനിക്കൊരു പ്രോബ്ലം ഇല്ല, സത്യമായിട്ടും എനിക്ക് വിഷ് ചെയ്തില്ല എന്നുള്ള വിഷമമൊന്നുമില്ല. പിന്നെ ഓക്കെ, നല്ല എൻ്റെ ബർത്ത്ഡേ അപ്പോൾ എനിക്ക് സംശയം. അപ്പോൾ പ്രായമായി ഇനിയിപ്പോൾ 12 മണിക്കത്തെ വിഷു നോക്കിയിരുന്നിട്ട് ഞാൻ ബർത്ത്ഡേ പൊന്നെ ഹഗ്സ് ആൻഡ് ഹിക്സ് ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ക്ലെമ്മിനാണ് ഗൈസ്. എന്നോട് ബ്ലോഗിൽ കരയില്ലെന്നാട്ടോ പറഞ്ഞേക്കുന്നത്. മൈ ബ്രദർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സങ്കടം കൊണ്ട് കരയണമല്ല, പക്ഷെ ഇതിനെല്ലാം തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ കരഞ്ഞു എന്നും പറഞ്ഞിട്ട് എനിക്ക് എന്തോ ഭയങ്കര വിഷമമായിട്ട് ഞാൻ കരയണം. എനിക്കൊരു വിഷമമില്ല, സത്യം പറയാലോ, എനിക്കൊരു വിഷമമില്ല. പക്ഷെ എനിക്ക് ഓവറായിട്ട് ഹാപ്പിനെസ് വന്നാലും എനിക്ക് സന്തോഷം വരും, കരച്ചിൽ വരും. പിന്നെ എന്താ പറയണേ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇമോഷണലി എനിക്ക് പെട്ടെന്ന് ഇതാവും. എനിക്കറിയില്ല, ഞാൻ പറയാം ഒരു മിനിറ്റ്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സങ്കടകരമായ കാര്യം കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ണ് നിറയും, മനസ്സിലായോ? ഇപ്പം ആക്ച്വലി ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക, അത് കണ്ടാലും എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറയും. അതെനിക്ക് അറിയില്ല എന്താണെന്ന്. പക്ഷേ ഞാൻ ഭയങ്കര സങ്കടമാണ്, എനിക്കെന്തോ എന്തൊക്കെയാ ആൾക്കാർ പറയണേ. എനിക്കൊരു സങ്കടമില്ല, ഞാനിപ്പോൾ പറയുകയാണ്, എനിക്കൊരു സങ്കടമില്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഈ കണ്ണീര്, ഇത് വിഷമിച്ചിരിക്കുന്നതിൻ്റെ കണ്ണീരല്ല ഗൈസ്, എന്താ ഇത് ആനന്ദ കണ്ണീരെന്ന് പറയും, മനസ്സിലായോ ഗൈസ്? അടുത്ത വിഷയം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കസിൻ ബ്രോ ഞാനിപ്പോൾ കാണിക്കാതെ ഞാനങ്ങനെ താങ്ക് യു പറയട്ടെ. ചിന്നപ്പ താങ്ക് യു. ഞാൻ ഓർത്ത് 12 മണിക്ക് വിളിക്കുമായിരിക്കുന്നു. താങ്ക് യു. എടാ ഒരു ഉമ്മ കൂടി താടാ. ആ ചോദിച്ചോ. മൈ സിസ്റ്റർ. നമ്മൾ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. ആണോ ഗൈസ്? അപ്പോൾ വിളിച്ചത് എൻ്റെ അമ്മാവൻ്റെ പിള്ളേരാട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്, പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നാളെ രാവിലെ കാണാം. എൻ്റെ ബർത്ത്ഡേ നമുക്കറിയില്ലായിരുന്നോ? ഞാൻ പള്ളി ചേർക്കാം. അപ്പോൾ ഞാൻ രാവിലെ എഴുതിട്ട് പള്ളി പോലെ ഒരുങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അമ്മേനെയും കുറ്റം പറഞ്ഞില്ല, 3 മക്കളല്ലേ, എങ്ങനെ ഓർത്തിരിക്കാതെ. സൈൻചേട്ടാടെ എന്നാ? ജൂൺ 13. ചേച്ചി പെണ്ണിൻ്റെ എന്നാ? അപ്പം എൻ്റെ എന്നാ ഓർക്കാത്ത? ഓർക്കത്തില്ല. അയ്യോ അപ്പൊക്കോവ. എൻ്റെ അപ്പനെവിടെ? അപ്പനും പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഹേ ഗൈസ്, അപ്പം ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി. അപ്പോൾ കുറേ പേരെന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി കുറച്ച് പേരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പം അത് കണ്ടിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കൊള്ളാം. നിന്റെ ബർത്ത്ഡേക്ക് 12 മണിക്ക് എഴുന്നേറ്റ് മിഠായി പിടിക്കാം. ഹലോ, താങ്ക് യു. കൊച്ചു മാത്രം
പള്ളി താങ്ക് യു. രാവിലെ വിളിച്ചാ ഞാൻ പള്ളി പോയായിരുന്നു. ഞാനാണെങ്കിൽ അടിപൊളി. ഞാനാണെങ്കിൽ വ്ലോഗിൽ പറഞ്ഞു എന്നെ 12 മണിക്ക് എല്ലാ കൊല്ലം വിഷയം ഒരു സോജിയാമോൾ ഉണ്ടായിരുന്നു. സോജിയാമോളുടെ ഇതുപോലെ വന്നില്ലല്ലോ എന്നാ. ആണോ? ഇത് കുഞ്ഞാപ്പി. പിന്നെ എന്റെ ബർത്ത്ഡേ ആണ്. എന്താ നിങ്ങക്ക് ചേച്ചിനെ കുറിച്ച് പറയാനുള്ളത്? അതേലെ നല്ല വ്ളോഗറാള്. വ്ളോഗർ ഒന്നും അല്ലടാ ഞാൻ, യൂട്യൂബറാണ്. ശരിയാ, ഭയങ്കര സപ്പോർട്ടിങ് കേട്ടോ. ഞാൻ എന്താ പറയണേ, ഇവനാണെങ്കിൽ ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു 15ാമത്തെ വീഡിയോ എങ്ങാണ്ടായപ്പം എനിക്ക് 150 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടായിരുന്നു. 150 അതിന് ഇച്ചിരിയുടെ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു ഞാൻ നിർത്താൻ പോടാ, എന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നില്ല. അപ്പോൾ ഇവൻ പറയാണ് ഞാൻ 500 വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് 1000 എത്രയാണ് 400 അങ്ങോട്ട് വീഡിയോ ഇട്ടപ്പോഴാണ് ഇവന് 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. ചേച്ചിക്ക് ഇത്ര പെട്ടെന്ന് കയറിയില്ല, അപ്പോൾ ചേച്ചി വീഡിയോ നിർത്തണ്ടെന്നൊക്കെ ഇവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയത് കേട്ടോ. സീരിയസ്ലി നീ പറഞ്ഞപ്പോൾ ചിക്രു ഇന്ന് പരീക്ഷ ഉണ്ടോടാ? ഇന്ന് പരീക്ഷയില്ല, നാളെ ഉണ്ട്. അപ്പം ഇന്ന് തന്നെ പരിപാടിയൊക്കെ ഒരു പരിപാടിയില്ല. പരിപാടി എനിക്കിഷ്ടമല്ല. വെട്ടയുടെ മുറിയില്ലേ പൊന്നെ, വീഡിയോ നോക്കി പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ പഠിക്കും, ലൈക്ക് കുടിക്കണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചിറ്റേ ഉമ്മ എന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ ചിറ്റേ എന്ന് പറ. ഓക്കേ അമ്മുക്കുട്ടി, അമ്മു ഹാപ്പി ബർത്ത്ഡേ അടിച്ചിട്ടാണ്. ബർത്ത്ഡേ വിഷ് ചെയ്യാന് സ്റ്റാറ്റസ് ഇട്ടോ? എവിടെ വിഷ് ചെയ്യണ പറ്റി? ഇല്ല, അവന്റെ താങ്ക് യു. എന്തേലും പറയാണ്ടാ? എന്റെ ബർത്ത്ഡേ. അയ്യോ ഹായ്, ഹാപ്പി ബർത്ത്ഡേ മൈ ബുഗി. നീ ഏതാ ബർത്ത്ഡേ? അത് മാർച്ച് 21 ബർത്ത്ഡേ ആണ്. എന്താ പരിപാടി ഗൈസ്? പറ, എന്താ പരിപാടി? ആർക്ക്? എന്ത് ഗിഫ്റ്റ്? കാർഡ്. കണ്ണടച്ചു. ഇതെവിടെ ഹാപ്പി ബർത്ത്ഡേ? ഇതെങ്ങനെ ഇത്? എന്റെ എവിടെ ഡേറ്റ് കണ്ടിട്ടുണ്ടല്ലോ മൂവി. ആ പെട്ടെന്ന് ഞാൻ ഒരു ടീച്ചറുടെ ബർത്ത്ഡേ. അപ്പൊ ഞാൻ ബുക്കും പേനെടുത്ത് സത്യം ടീച്ചറെ ബർത്ത്ഡേ ഓർത്തു. അപ്പൊ തന്നെ ഓർത്തു. ഈ ഡേറ്റ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ എഴുതി. എന്നാന്ന് എഴുതി? ഹാപ്പി ബർത്ത്ഡേ സൈന ടീച്ചർ. അത് രാവിലെ എഴുതി. ആണോ? ഹേ ഗായ്സ്, അപ്പോൾ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിക്കുക കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊന്നും മുറിച്ചിട്ടില്ല. ദേ ഈ കുഞ്ഞൊന്നും കേക്ക് മേടിച്ചില്ല. വന്നേ കുഞ്ഞേ, കേക്ക് മേടിക്കാത്ത തന്നെ. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാത്ത തന്നെ. ഒരു കേക്ക് മുറിച്ച് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് മുറിക്കാം. അപ്പം ബർത്ത്ഡേക്ക് കേക്കൊന്നും മുറിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാന്ന് വെച്ചാൽ വലിയ ആഘോഷം ഞാൻ പൊതുവെ ആഘോഷിക്കാറില്ല. എൻ്റെ ബർത്ത്ഡേ എല്ലാവരും മറക്കും ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം. പിന്നെ കേക്ക് മേടിക്കാൻ ഞാൻ ആരും പറയാറൊന്നുമില്ല കേട്ടോ. ഹാപ്പിയാണ്. പൊന്നു ഹാപ്പി അല്ലേടി? ഹാപ്പിയാണോ? അപ്പം ഒരു ബൈ ബൈ കൊടുത്ത എല്ലാവർക്കും. ബൈ ബൈ.